സോ ഗുഡ് ഈവനിങ് എവരി വൺ. ഏകദേശം നമ്മളെല്ലാവരും നമ്മുടെ സ്ഥിരം ക്ലാസ്സിന് വരുന്നവരൊക്കെ എത്തിയെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഇനി ആരും വരാനുണ്ടോ? മൈക്ക എന്തായാലും ഓഫ് ചെയ്തോളൂ കേട്ടോ. കാരണം നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് ആ ജാം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. നമ്മൾ ടെൻസാണ് നമ്മൾ എക്സാമിന് മുമ്പ് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞത്. ഈ ടെൻസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ നമുക്ക് മറ്റെല്ലാ ക്ലാസ്സുകളിലും യൂട്യൂബിൽ ലിങ്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു രീതിയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അവസാനത്തെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ക്ലാസ് റൂം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു 14 പേജായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭാഗം അതും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ഒരു കംപ്ലീഷൻ ആയി വരുള്ളൂ കേട്ടോ. എന്തായാലും ആദ്യം നമ്മുടെ അസിന എന്ന സഹോദരിയെ ടീച്ചറെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, അവർ സ്വയപ്രയത്നം കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ ചെയ്തു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, സ്കൂളിൽ പോയി ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു, ഒരു ടീച്ചറായിട്ട് മാറി. പലപ്പോഴും നമുക്കൊരു വലിയൊരു ഗൈഡ് ലൈനാണത്. പിന്നെ അസിനെ കാണിച്ചു തന്ന വഴി നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. പലപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ ചില ഡിസ്കഷൻ ഞാൻ കണ്ടു. അസിന ആ ഒരു പോസ്റ്റ് വിട്ട സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിക്കൂലേ എന്ന് നമുക്ക് സംശയം സ്വാഭാവികമാണ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ പോകേണ്ട സമയത്ത് നമ്മൾ അവസ്ഥ നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ കോഴ്സ് കംപ്ലീറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഡെമോ തരും. അവരിപ്പോൾ നിങ്ങളിത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾ JNU യൂണിവേഴ്സിറ്റിയിൽ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആയിട്ട് മോണ്ടിസോറി അല്ല MEd പൂർത്തിയാക്കിയ ആളാണെങ്കിൽ പോലും അവർ ഡെമോ ചെയ്യിപ്പിക്കും. ഡെമോ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് കയറ്റുള്ളൂ. അപ്പോൾ ഡെമോ ആണ് ഏറ്റവും മുഖ്യം. ഓക്കെ. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു ഓതൻറ്റിക് രേഖയാണെന്നേ ഉള്ളൂ. അത് വേണം എന്തായാലും. പക്ഷേ അതില്ലെങ്കിൽ പോലും നമുക്ക് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ കേട്ടോ. അപ്പോൾ അത് ഇനി അവിടെ നമുക്ക് തന്നെ ഡൗട്ട് വരും. പിന്നെ ചില സ്കൂളുകാർ പലപ്പോഴും ഓൺലൈനും ഓഫ്ലൈനും, അവർക്ക് ഈ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനത്തെ അവർക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞുതരാം. നമ്മുടെ സ്കൂളിലെ പല സാറന്മാരും എസ്പെഷ്യലി പ്രിൻസിപ്പൽമാരൊക്കെ ഈ പത്രങ്ങൾ ഫുൾ അരിച്ചു പെറുക്കി വായിക്കണം. ചരമക്കോളും സിനിമക്കോളും വിട്ടോട്ടെ, വായിക്കണം. എന്താ പറയുക, ഈ പേപ്പറിൽ ഈ കാര്യം കൃത്യമായി വരുന്നുണ്ടേ. UGC സുപ്രീം കോടതിയിൽ ആരോ കേസ് കൊടുത്തു, പേപ്പറിലുണ്ടായിരുന്നു. സുപ്രീം കോടതി കൊടുത്തതാണ്. കാരണം BEdൻ്റെ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ UGC ഓൾ ഓവർ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കൊടുത്ത സമയത്ത് നമ്മൾ ഈ വിദ്യാഭ്യാസം വിറ്റുകാണ്ട് പൈസ ഉണ്ടാക്കേണ്ട ഒരുപാട് ടീമുണ്ടല്ലോ, ഭയങ്കര ചാർജൊക്കെ വാങ്ങിക്കാണ്ട്. അങ്ങനെയുള്ള കുറേ ടീം സുപ്രീം കോടതി പോയി കേസ് കൊടുത്തു. കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇട്ടടിയാണ്. കാരണം അവർക്ക് ലക്ഷങ്ങൾ ഡൊണേഷൻ, കാരണം നമുക്കറിയാം 5-6 ലക്ഷം ഡൊണേഷൻ കൊടുത്തതാണ് പല മാനേജ്മെൻറ്റ് കോളേജുകളിലും BEdനും MEdനും സീറ്റ് കൊടുക്കേണ്ടത്. അറിയാലോ, ഫീസ് വേറെ. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവർക്കിത് കിട്ടില്ല. പിന്നെ കാരണം എല്ലാവരും ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉടനെ സുപ്രീം കോടതി അവരെ വക്കീലിനെ നിർത്തിപ്പൊരിച്ചു. അവർ ചോദിച്ചൊരു ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതി ജഡ്ജി ഡയറക്റ്റ് ചോദിച്ചു, ഈ ഓഫ്ലൈനും ഓൺലൈനും നിങ്ങൾ വേർതിരിക്കുമ്പോൾ ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ പഠിക്കുന്നവരെക്കാളും എന്ത് മേന്മയാണ് കാണിക്കാനുള്ളതെന്ന്. ഈ വക്കീലിനോ അവിടെ ഡിവിഷൻ ബെഞ്ചിൽ വന്ന മറ്റു വക്കീലന്മാർക്കോ ഈ ക്യാഷ് ഒന്നായിട്ട് വാരി എറിഞ്ഞ ഈ വിദ്യാഭ്യാസ മുതലാളിമാർക്കോ ഒന്നും പറയാൻ പറ്റിയില്ല. അത് ന്യായമില്ല. അവിടെ ബിരിയാണി അത് കേട്ട് കണ്ട് സുഹൃത്ത് പറഞ്ഞാട്ടാ, ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാലും ഹോട്ടലുണ്ടാക്കിയാലൊക്കെ സെയിം തന്നെയാണ്. അത് വീട്ടിലത്തെ ബിരിയാണിയാണ് ഓൺലൈന്, ഹോട്ടലിലെ ബിരിയാണിയാണ് ഓഫ്ലൈൻ. എന്താ വ്യത്യാസം? വല്ല മാറ്റമുണ്ടോ? ഇത് മക്കളെ തുറന്ന് പറയാണ്. ഇത് സുപ്രീം കോടതി ഡയറക്റ്റ് ചോദിച്ചാണ് UGCയോട് ചോദിച്ചത്. UGCയോട് ആണെങ്കിലും അത് കിട്ടിയത് ഈ വിദ്യാഭ്യാസ പണക്കാരെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്
ഇതൊന്നും പത്രം വായിക്കാത്ത ഇരിക്കുകയാണ് നമ്മുടെ ഈ പല സ്കൂളിലും. എല്ലാ സ്കൂളിലും പറഞ്ഞില്ല കേട്ടോ, ചില സ്കൂളുകളുണ്ട്. ചില സ്കൂളിൽ എന്നോട് തന്നെ വിളിച്ച് ചോദിച്ചേക്കണ് ഈ ഓൺലൈനും ഓഫ്ലൈനും സാറ് ഓൺലൈനായിട്ട് മോണ്ടിസോറി പഠിച്ചാൽ ശരിയാവുമോയെന്ന്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, നമുക്കൊരാളെ കണ്ട് സംസാരിക്കണം, അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവുമോയെന്ന്. എനിക്കത് അത്ര ചോദിക്കാനുള്ളൂ. ഒരാളെ കണ്ട് സംസാരിക്കണം, അത് ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞു, പിന്നെ ഫോണേ വേണ്ട, ആ സംവിധാനേ പാടില്ല. പിന്നെ അതിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2022 ഡിസംബർ 7 വന്ന മാധ്യമം പത്രം ഒന്ന് വായിച്ചു നോക്കി, അതിൽ ഈ ഫുൾ വാർത്തയുണ്ട്. അത് വായിച്ച ശേഷം നിങ്ങൾ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ അഭിപ്രായത്തിൽ എടുക്കാമെന്ന് പറഞ്ഞു. അന്നുണ്ട് വാർത്ത കംപ്ലീറ്റ്. അതിൻ്റെ ഒരു കട്ടിങ്സ് നമ്മൾ ആബി സാർ എടുത്ത് വെച്ചിരുന്നു. അത് സാറിൻ്റെ അടുത്ത് ആരോ വാങ്ങിക്കൊണ്ടുപോയി, പിന്നെ അത് കിട്ടിയിട്ടില്ല. ആണ് തെളിവ്. മറ്റു പല പത്രങ്ങളും ഉണ്ട് വാർത്തകൾ, പക്ഷെ നമ്മളൊന്ന് മാധ്യമം ഫോക്കസ് ചെയ്തതുകൊണ്ട് ആദ്യത്തെ വാർത്തയാണ് കട്ടിങ്സായി എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഓഫ്ലൈൻ ഓൺലൈൻ എന്നല്ല, നമ്മൾ പഠിപ്പിക്കുന്നതിന് ക്വാളിറ്റി ഉണ്ടോ, ആ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഓഫ്ലൈൻ പഠിച്ച് നിങ്ങൾ മിണ്ടാതെ ഇങ്ങനെ നിങ്ങൾ മിണ്ടാപ്പൂച്ച ക്ലാസ്സിൽ ഇരുന്ന് കാണ്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനും പോകണില്ല, ക്ലാസ്സിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ അവസരം തന്നു, അതിനൊന്നും നിങ്ങൾ ഒരുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ പഠനം കൊണ്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ നല്ല ഓൺലൈനാണ്. പക്ഷെ ഓൺലൈന് പരിമിതിയുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളിപ്പോൾ ഒരു മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒരു കോളേജ് സംവിധാനിച്ച് കാണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ പല കുട്ടികളും 300-400 കിലോമീറ്റർ ദൂരമുള്ളവരാണ്. അവർ ഇവിടെ വന്ന് ഒന്നുകിൽ ഇവിടെ നിന്ന് പഠിക്കുക, അതല്ലെങ്കിൽ ഡെയിലി വന്നു പോവുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പക്ഷെ എന്നിട്ടും ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാംബ്രിഡ്ജ്, ഓക്സ്ഫഡ്, അതുപോലെ പിന്നെ ഫിലാഡൽഫിയ, കൊളംബിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഓഫ്ലൈനേക്കാളും പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ വിശ്വസിക്കണ്ട, ഗൂഗിളിൽ തപ്പിക്കോ, ഗൂഗിളിൽ തപ്പിയിട്ട് ഫുള്ള് കിട്ടിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാട്ടോ, ഓൺലൈനും ഓഫ്ലൈനും അല്ല പ്രശ്നം. നമ്മുടെ പുറത്തേക്കുള്ള ഔട്ട്പുട്ട് എന്താണോ അതാണ് മുഖ്യം. നാണം കുടുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ എവിടെ പോയിട്ടും കാര്യമില്ല. പകരം നിങ്ങൾ സ്മാർട്ടായി ക്ലാസ് എടുക്കാൻ തയ്യാറാണോ, അവിടെ നിങ്ങൾക്ക് വിജയമുണ്ട്. അത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് എടുക്കുന്നത് വീട്ടിൽ വെച്ച് കിടന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക, നിങ്ങളെ മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുക. ഗൾഫിലുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മുമ്പ് അയച്ചു കൊടുത്തോളി. നിങ്ങൾ ചോദിച്ചോളി, എങ്ങനെ ഉണ്ട് ഇക്ക, ഞാനിപ്പോൾ കുറേ എൻ്റെ ലെവൽ ക്ലാസ് എടുത്താണെന്ന് അറിഞ്ഞാണ്ടൊന്ന് കൊടുത്തു നോക്കി. അപ്പം അറിയാലോ കാര്യം. എന്തായാലും ക്ലാസ് എടുക്കുന്ന വൃത്തിയാണെങ്കിൽ പൊതുവെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളാണ് മൂപ്പരെങ്കിൽ മൂപ്പർ അതിനെ അംഗീകരിക്കും, എനിക്ക് ഉറപ്പാണ്. അത് അങ്ങനത്തെ വേണ്ടല്ല. നിങ്ങളിങ്ങനെ ഈ നാണം കുടുങ്ങാണ്ട് ക്ലാസ് എടുക്കരുത്. പകരം ഒന്ന് സ്റ്റൈലിൽ ഒരു ടീച്ചറെ ക്ലാസ് എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കണ്ട് വേറെ ഒക്കെ അയച്ചു കൊടുക്കണ്ട, മൂപ്പർക്ക് അയച്ചു കൊടുക്കേ. എന്നിട്ട് മൂപ്പര് ഓക്കെ പറഞ്ഞാൽ പിന്നെ ആ വീഡിയോ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം. ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാനുള്ളതാണ്. നമുക്ക് വിശ്വസനീയമായ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യം അവർ ചോദിക്കും, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ ചോദിക്കും. അത് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് മതി ഇൻ്റർവ്യൂ. അവർ പറയും നിങ്ങൾ ഓക്കെ, നിങ്ങളൊന്ന് വരി, നമുക്കൊരു ഡെമോ വേണമെന്ന് അറിഞ്ഞ് ആ ഡെമോ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ആ സ്കൂളിൽ ജോയിൻ ആയി. ഈ സാലറിൻ്റെ കാര്യം മാത്രം തീരുമാനിക്കാനുള്ളൂ. അപ്പോൾ മാത്രമല്ല ഒരു ലെറ്റർ ഒപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ ആ സ്കൂളിൽ നിന്ന് 1 ഇയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരരുത്. അപ്പോൾ അവർ മെയ് ടു മാർച്ചാണ് നമ്മളവർ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ ഡിസംബറിലൊക്കെ ഇറങ്ങി പോരൽ പറ്റില്ല. ഓക്കെ കേട്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ വെറുതെ ഒന്ന് ആമുഖമായിട്ട് ഒന്ന് വിഷയത്തിനിടയിൽ ഇങ്ങനെ പിന്നെ അസിനെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഒരു നേട്ടം നിങ്ങളും ശ്രമിക്കുക ആ രീതിയിൽ. ഓക്കെ, ഇത് കുറേ ഇനി പുറത്ത് പാടി പുകഴ്ത്താനൊന്നും പോകണ്ട, നമ്മൾ ശ്രമിച്ചു നോക്കുക. ഒരു 8,000-9,000 റുപ്യ ശമ്പളം സ്റ്റാർട്ടിങ് കിട്ടുന്ന ജോലി നമുക്കൊണ്ട് പോരട്ടെ. ആരെ കാത്തിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ 8,000 കിട്ടിയാൽ ഇപ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടാവുമോ? അല്ലെങ്കിൽ 9,000 സ്റ്റാർട്ടിങ് 8,000 കിട്ടും. 8,000-ന് കുറവ് പല കോളേജുകളും സാലറി കൊടുക്കുന്നുണ്ട്. അവിടെ ദയവായിട്ട് പോയി ചേരാതിരിക്കുക. ഈ 7,000-നും 6,000-നും പോവരുത്. അവർ നിങ്ങളെ വിളിക്കും, ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തരും, നിങ്ങളെ പൊക്കി പറയും, ക്ലാസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു കണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യം പരാമർശിക്കേ ഇല്ല. പേയ്മെൻറ്റ് പറയുമ്പോൾ മുഖമൊന്ന് ചുരുങ്ങി പറയും, നമുക്ക് 7,000 അതൊക്കെയാണ് ഇപ്പോൾ വലിയ സ്ഥാപനം കൊടുക്കേണ്ടതെന്ന്.
അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വിഷമം പറയാൻ കാരണം ഇങ്ങനെയുള്ള പല ലേഡീസും പല ഭാഗത്തും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, യെസ്. വഫ റിൻസ് ഒരു മെസ്സേജ് കണ്ടല്ലോ നിങ്ങളല്ലേ കേട്ടോ. അതൊക്കെ നമുക്ക് മുതൽക്കൂട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ വിടണ്ട, ഞാൻ ബാക്കിയുള്ള ഭാഗം എടുത്തു തരാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക, നന്നായിട്ട് ടീച്ചറായി ഇനി പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്തായാലും മുങ്ങി കുളിച്ച് നനഞ്ഞ് കുതിർന്നേക്കണം. അപ്പം നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കംപ്ലീറ്റ് പാട്ടയക്കണം. ഇനി നല്ല സാലറി ഉള്ള ഒരു സ്കൂളിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ ആരെയും ഡിസ്കറേജ് ചെയ്യല്ല കേട്ടോ, ഞാൻ അങ്ങനെ കരുതണ്ട. ഓക്കെ, അങ്ങോട്ട് ഇറങ്ങി തന്നെ. ഇതിലിപ്പോൾ എന്തത്ര കുറവ്? ഒരു കുറവുമില്ല. ആണ്ടി ഇറങ്ങിയാൽ നിങ്ങളെ കാട്ടി മോശമായിട്ട് ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ പോകേണ്ട സമയത്തിൻ്റെ കോലം കെട്ടാൽ ഞാൻ ഇപ്പോൾ കോലം പറഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ സാറ് ഇങ്ങനെ ആയിരുന്നു ഇല്ലേ എന്ന് ചോദിക്കും. പറ്റ മോശമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിന് പോയ സമയത്ത് എനിക്ക് പേരൊക്കെ കുറേ വന്നേക്കണം. മാത്രമല്ല കുട്ടികൾ എന്നെ കളിയാക്കിയിരുന്നു. അപ്പോൾ കളിയാക്കണമെങ്കിൽ ഒരു സാറിൻ്റെ കോലം കണ്ട മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അന്ന് ചെറുപ്പമായിരുന്നു, അന്ന് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അപ്പോഴാണ് കയറി പോകേണ്ടത് കേട്ടോ. ഓക്കെ, പക്ഷേ അതൊക്കെ കേട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ നാളെ തന്നെ പോകുമെന്ന് പറയും. അപ്പോൾ എന്തായാലും ഇപ്പം സമയം നല്ല സമയമാണ്. അടുത്തുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യുക. പരമാവധി ഇൻ്റർനാഷണൽ പദവി ഉണ്ടെങ്കിൽ വിടണ്ട, അവിടെ തന്നെ പോയി ചോദിച്ചോളി. എന്താ ഇപ്പോൾ ഇൻ്റർനാഷണലിൽ ഇത്ര നമുക്കവിടെ കയറാൻ കഴിയാത്ത അവസ്ഥ ഒന്നുമില്ലല്ലോ. ഇൻ്റർനാഷണൽ ആകുമ്പോൾ ഒരു ഗുണം എന്നറിയോ, സ്റ്റാർട്ടിങ് 10ൻ്റെ മേലേക്ക് വരും സാലറി. എന്നാൽ വലിയ ഇടങ്ങറുള്ള പണി ഉണ്ടാവില്ല. മറ്റേത് 7,000 6,000 സാധനമുള്ള സ്ഥാപനങ്ങൾ കുട്ടികൾ ഡയറി മൊത്തം കളക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നിങ്ങൾ പെരയിൽ പോയിട്ട് നിങ്ങൾക്കൊന്നും മര്യാദക്ക് രാത്രി ഇരുന്നുകാണ്ട് മൊബൈൽ ഫോണിൽ ഒരു 2 ഷോർട്ട് വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാൻ സമ്മതിക്കൂല പോലും. ആ നേരം ഡയറിയിൽ ഇത് എഴുതി വെക്കണം. എന്നിട്ട് ഉറക്കം തൂങ്ങിയാലാണ് പല ആൾക്കാരും എന്ത് ചെയ്യുക, അങ്ങനെ കഷ്ടപ്പെടാൻ പോകണ്ട. ഒരു 9 ഇല്ലെങ്കിൽ ഇറങ്ങണ്ട. 9 സ്ഥാപനം വരും, അങ്ങോട്ട് പോയി മുട്ടേൻ കേട്ടോ. ഒരു CV ഒക്കെ ഉണ്ടാക്കി വെക്കുക. CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്, അവിടെ ഒക്കെ ഒന്ന് തപ്പി നോക്കുക. കുറച്ചൊക്കെ ഒന്ന് മെനക്കിടുക. അല്ലാതെ എല്ലാം ഈസിക്ക് സാറേ നാളെ തന്നെ CV ഫോർമാറ്റ് തിരികെ ഉണ്ടാക്കരുത് കേട്ടോ. CV ഫോർമാറ്റ് തരുന്നുണ്ട്, ബേസിക് ഫോർമാറ്റ് CV മനസ്സിലുണ്ട്. അതൊക്കെ ഉണ്ടാക്കി വെക്കുക. കോപ്പി എടുത്ത് വെക്കണ്ട, നിങ്ങൾ ഒരു PDF മൊബൈൽ ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ ഏത് സ്കൂളിൻ്റെ പരസ്യം കണ്ടാലും നിങ്ങൾ ഈ ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഡോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 5-6 വരകൾ ഇങ്ങനെ വരും, വെള്ള വരകൾ. ആണ് ആപ്പിൻ്റെ അടയാളം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിൽ ID കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആപ്പ് എല്ലാം റെഡി ആവും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വാട്സപ്പിലൊക്കെ സ്കൂളിൻ്റെ പരസ്യം വരികയാണെങ്കിൽ അവരുടെ ഇൻഫോ ഇമെയിൽ, അതിൽ ഇമെയിൽ ID-യും ഫോൺ നമ്പറും ഉണ്ടോ നോക്കുക. അത് നേരെ എന്ത് ചെയ്യും, നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക ഈ ഒരു പേജിൽ, ഈ ഗൂഗിൾ ഡോക്കിൻ്റെ പേജിൽ അവിടെ കിടന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ പിന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ CV-യും കൂടി അറ്റാച്ച് ചെയ്ത് അയച്ചാൽ മതി. അത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ടെൻസിലേക്ക് പോവാം. നമ്മൾ ആദ്യം പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് വരെ എത്തി. അപ്പോഴേക്കും എക്സാമിൻ്റെ ഹാങ് ഓവർ വന്നു. എന്തായാലും പിന്നെ ചൈൽഡ് സൈക്കോളജിയും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും ഒക്കെ എക്സാം നന്നായി എഴുതി എന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞു. നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം പിന്നെ ചൈൽഡ് സൈക്കോളജി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും എക്സാം ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ കുറേ മണ്ടിയിരുന്നു. നമ്മളെ സമയം നോക്കിയിട്ട് കുറേ ഓടിയിരുന്നു അതിൻ്റെ പിന്നാലെ ഒന്ന് റെഡി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പം നന്നായി എഴുതിയെന്ന് അറിഞ്ഞ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1-2 കുട്ടികളെ ഈ റിസൾട്ട് നോക്കിയപ്പോൾ ടെക്നിക്കൽ എറർ കണ്ടു. അപ്പോൾ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ ടൈം കഴിഞ്ഞ ശേഷം എക്സാം എഴുതുകയോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാന്തോ പ്രോബ്ലം വരികയോ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അതും നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ അവരും പാടെ യൂണിവേഴ്സിറ്റിയും കൂടി എന്ത് ചെയ്യണം, സമ്മതിക്കണം. നമ്മൾ ഒരു പ്രൈവറ്റ് ബോഡിയല്ലേ, അതാണ് പറയാനുള്ളത്. എന്തായാലും ഇനി ഇപ്പം എല്ലാം കഴിഞ്ഞു, ക്ലാസ്സിന് കൃത്യം വരുകൊണ്ട് എക്സാം കഴിഞ്ഞു, വെടിക്കെട്ട് കഴിഞ്ഞു, ഇനി പോരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിന് കയറാതിരിക്കരുത്. ക്ലാസ്സിന് സമയത്ത് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യുക. അത് ആ ടെക്സ്റ്റ് ബുക്ക് ലൈഫ് ലോങ് ഉള്ളതാണ്. ലൈഫ് ലോങ് യൂസ് ചെയ്യാനുള്ള എല്ലാ കാര്യവും അതിലുണ്ട്. മൊത്തം പഠിച്ച് ആഴത്തിലേക്ക് കുടിച്ചാൽ എന്നാലും നമുക്കത് കാര്യത്തിൽപ്പെടുള്ളൂ. സോ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒന്നും കൂടി പറയാം നമുക്ക്, എന്നിട്ട് അടുത്ത കാര്യം നോക്കാം. സിമ്പിൾ ഒരു വാക്യം. അപ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഹീ റൈറ്റ്സ് അല്ലേ, ഹീ
റൈറ്റ്സ്. എന്താ ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞ അർത്ഥം? അവൻ എഴുതുന്നു. അപ്പോൾ ഈ ഹി എന്ന വേർഡ് ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഹി, അതുപോലെ ഷീ, ഇറ്റ്, ഈ 3 വാക്കുകളും ഇംഗ്ലീഷിൽ സിംഗുലറാണ്, സിംഗിളാണ്. ഇനി സിംഗിൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തതെന്ന് മനസ്സിലാക്കണ്ട, അതല്ല, ഒറ്റ ആളെ ഉള്ളൂ. ഓക്കെ, സോ സിംഗുലർ. എന്നാൽ ഐ, യു, ദേ, വി, ഇനി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യോ ദേവി, ഇത് പ്ലൂരലാണ്, ബഹുവചനമാണ് കേട്ടോ. ഐ പ്ലൂരലാവാനുള്ള കാരണം നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിരുന്നു, നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേയൊക്കെ ഈ ബഹുമാനം നോക്കിയിട്ടും കൂടി ആളെ എണ്ണം ഇല്ലെങ്കിൽ പോലും ബഹുമാന പുരസ്കരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഈ ബഹുവചനം പ്ലൂരലാക്കുന്ന ഒരു ശൈലി സായിപ്പിലുണ്ട്. അതുകൊണ്ടാണ് നേരെ മുമ്പിൽ ആളെ യു, അത് ഒരാളാണെങ്കിൽ പോലും പ്ലൂരലാണ്. കാരണം എന്താണ്? ബഹുമാന പുരസ്കാരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ? നമ്മളെ തന്നെ അല്ലേ? വെറുതെ പല വാക്കുകളും പറയും, പല ആൾക്കാരോടും പറയും അല്ലേ? അത് പല ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ഉപ്പനോട് പറയും നിങ്ങൾ ഇതാണ് ഇട്ടാ, ഉമ്മാനോട് പറയും നിങ്ങൾ ഇതുവാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ അതൊക്കെ ചില കാര്യങ്ങൾ സാധ്യം ആവാൻ വേണ്ടി മാത്രമാണ് അല്ലേ? ഞസ്സിനോട് വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്തായാലും ഒക്കെ പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ourselves. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെ തന്നെയാണ്. ഇനി നിങ്ങൾ ഒരാൾ അയാളെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ 2 ആളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഡുവൽ പേഴ്സണാലിറ്റി. ഇന്ന് രാത്രി പേടിച്ച് കിടന്നുറങ്ങേണ്ട, പഠിച്ചോൻ എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ റൂമിൽ കിടക്കുന്ന സമയത്ത് തന്നെ പുറത്ത് തന്നെ കാണുന്ന അവസ്ഥ ഉണ്ടാവുമോ? ഒന്നും പറഞ്ഞ് പേടിക്കണ്ട. ഉണ്ടായാൽ ഒന്നും പറയാനില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. അങ്ങനെയൊക്കെ ഈ സയൻസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പിന്നെ അപ്പന ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡുവൽ പേഴ്സണാലിറ്റി ഒരുപാട് കൂടുന്നൊക്കെ. ഡുവൽ പേഴ്സണാലിറ്റി വരാം. ഞാൻ ഈ ഫസ്റ്റ് വേൾഡ് വാർ ബന്ധപ്പെട്ട ഒരു കഥ, സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട ഒരു കഥ പഠിക്കുകയുണ്ടാണ്. അങ്ങനെ നിങ്ങൾ കേട്ടുന്നാവും, തകാഷി നഗായി. നിങ്ങളെ എഴുത്തുകാരൻ കേട്ടിട്ടുണ്ടോ? തകാഷി നഗായി. ഇത് ജീവനോടുകൂടി ഇല്ല കേട്ടോ, ആള് മരണപ്പെട്ടു. ഒരു ജപ്പാനിയാണ്. അപ്പം അയാൾ ശരിക്ക് പിന്നെ നാഗസാക്കിയിൽ അണുബോംബ് വീഴുന്നത് കണ്ട ആളാണ്. പക്ഷെ ഒരുപാട് ദൂരത്തു നിന്നാണ് കണ്ടത്. മാത്രമല്ല അയാളെ ഭാര്യയും മക്കളും ഈ തീയിൽ കിടന്ന് ഉരുകുന്നത് അയാൾ കണ്ടു. പക്ഷെ അയാൾ അവിടുന്ന് ഓടിയെന്ന് പറയുന്നത്. ദേഹത്ത് പൊള്ളലേറ്റെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ കഥ അവിടെ അല്ല, ഞാനത് ആ ഭാഗത്തേക്ക് പോകണില്ല. എന്നാൽ ശ്രദ്ധിച്ചൊരു ഭാഗം പറയേണ്ടത്, അയാൾ 2 ദിവസം കഴിഞ്ഞ് അയാൾ നാഗസാക്കിയിൽ നിന്ന് ഹിരോഷിമയിലേക്ക് എത്തിയ ശേഷം, അങ്ങനെ കഥ പറഞ്ഞോണ്ട് പ്രശ്നമില്ലല്ലോ, ആർക്കും ബോറടിക്കില്ലല്ലോ. വായിച്ചൊരു കഥ പറയുകയാണ്. ഇനി സാറ് തള്ളുമായിട്ട് വന്നു എന്ന് പറയരുത്. ഈ ബുക്കൊക്കെ വായിച്ചാൽ മതി, തകാഷി നഗായി. വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളി. ഓക്കെ, അയാളെ ബുക്കിൻ്റെ പേരൊക്കെ കിട്ടും, തകാഷി നഗായി. പിന്നെ വായിച്ചാൽ കരച്ചിൽ വരും. അതുകൊണ്ട് അല്പം മനോധൈര്യമുള്ളവർ വായിച്ചാൽ മതി. കാരണം വൈഫ് ഇങ്ങനെ ഈ തീ കത്തിയെരിയുന്ന കാഴ്ചകൾ കാണുമ്പോഴേ അയാളെ വിവരണം, ആ ഇംഗ്ലീഷൊക്കെ ഇനി തീരെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവിടെ മനസ്സിലാവും ഇംഗ്ലീഷ്. അങ്ങനത്തെ ഇതിലാണ് എഴുതിയേക്കേണ്ടത്. അപ്പോൾ അത് അയാൾ 2 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 6 നാഗസാക്കിയിൽ നിന്ന് ഓടി പുറപ്പെട്ടത്. ഓഗസ്റ്റ് 9 പുലർച്ചെ അവർ ഹിരോഷിമയുടെ ബോർഡറിലേക്കാണ് എത്തിയ സമയത്ത് അയാളെ ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട് അയാളെടുത്ത് വന്നുകൊണ്ട് അയാൾക്ക് എന്തോ കുടിക്കാൻ വെള്ളം കൊടുത്തു എന്നൊക്കെ പറയേണ്ടത്. ഈ സുഹൃത്താവട്ടെ നാഗസാക്കിയുള്ള സുഹൃത്താണ്. അപ്പോൾ സുഹൃത്ത് ഇയാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത് പിന്നെ എങ്ങോട്ടാണ് അപ്രത്യക്ഷനായതെന്ന് ഇയാൾക്ക് മനസ്സിലായി. പക്ഷെ ഇയാൾ അപ്പോഴേക്കും ഈ മൂക്കുന്നും കണ്ണുന്നും ഒക്കെ വായുന്നൊക്കെ ഈ വെള്ളം നുരയും പതയും വരുന്നുണ്ട്. കാരണം ഈ ഗാമയും ബീറ്റയും ആൽഫയും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതാണ് വരിക. അത് മരണത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയുക. പക്ഷേ ഇയാൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടേക്കണം. റേഡിയോ ആക്റ്റീവ് ഇയാളെ ദേഹത്ത് കയറ്റി ഇയാൾ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് ഇയാൾ ഈ സുഹൃത്തിനെ, പിന്നീട് ആരോഗ്യവാനായ ശേഷം ഇയാൾ ഈ സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് ഓഗസ്റ്റ് 6 തന്നെ ഇയാൾ നാഗസാക്കിയിൽ വീണ ബോംബിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അയാളെ ബോഡി, അത് 7 അയാളെ ബോഡി കണ്ട ഒരു ഡോക്ടർ റിപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ
അപ്പോൾ ഇയാൾ ഈ ഒരു 9-ാം തീയതി പുലർച്ചെ ഹിരോഷിമന്റെ ബോർഡറിൽ വെച്ച് കണ്ട് ഇയാൾ കണ്ട വ്യക്തി ആരാണ് എന്നത് തകാഷി നഗായി അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്. കാരണം എനിക്കെന്താ അറിയില്ല എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്ക് വേൾഡ് ഹിസ്റ്ററിലൊക്കെ ഇഷ്ടംപോലെ വായിക്കാൻ പറ്റും. വേൾഡ് ഹിസ്റ്ററിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സംഭവം കിട്ടും കേട്ടോ. ഇതൊന്നും തള്ളല്ല, വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് സംഭവം എന്തായാലും നമുക്ക് നമ്മോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചില ആൾക്കാർ ഈ ഇഷ്ടം കൂടിയിട്ട് ചില പറയും, നസീറ എടി എൻ്റെ കളി ഞമ്മളോട് വേണ്ടട്ടാ. അപ്പോൾ ഓള് നസീറ പറയും, ഞമ്മളല്ല എന്നോട് നിന്നോട് സിംഗുലർ ആക്കിയാൽ മതി, നീ പ്ലൂറലാക്കണ്ടെന്ന് പറയും. ബഹുമാനം ഓവറായിട്ടേ ഞമ്മളായി മാറിയിരിക്കണം. ഈ മലപ്പുറത്ത് ഞമ്മളെന്ന് പറഞ്ഞ് മനസ്സിലായില്ല, അത് ഞങ്ങളാണ്, അത് പ്ലൂറലാണ്. ഓക്കെ, അപ്പം അങ്ങനെയുണ്ട് കേസ്. എന്തായാലും അയ്യോദേവി മൊത്തം പ്ലൂറലാണ്. ഹി ഷീ ഇറ്റ് സിംഗുലറാണ്. ഹി ഷീ ഇറ്റ് സിംഗുലറാണ്. നമ്മുടെ തൃശ്ശൂർ എം പിയെ നമ്മുടെ സഹമന്ത്രിയെ ഓർത്താൽ, തൃശ്ശൂർ എം പി ആയ സഹമന്ത്രിയെ ഓർത്താൽ മതി. ഷിറ്റ് ഇവർ പറഞ്ഞ വാക്ക് തന്നെ ഹിയും ഉണ്ട്, ഷിയും ഉണ്ട്, പിന്നെ ഇറ്റും ഉണ്ട്. എല്ലാം പാടെ കൂടുമ്പോൾ ഷിറ്റിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അക്ഷരമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹി ഷി ഇറ്റ് സിംഗുലറാണ്, അയ്യോദേവി പ്ലൂറലാണ്. ഇനി നമുക്ക് ഈ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെർബിൻ്റെ കൂടെ യെസ് ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് സിമ്പിൾ. ഹി റൈറ്റ്സ്. എന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ മൈക്ക് ആരത് ഓണാണെന്ന് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ക്ലാസ് കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. ജാസ്മിൻ ഒന്ന് മൈക്ക് ഓഫ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നേരെ നമ്മൾ ഹി റൈറ്റ്സ് എന്ന വാക്യം പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എന്നാ വരിക. ഹി ഈസ് റൈറ്റിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചിരുന്നു. എടുക്കണം. ഞാൻ പഴയതേ ഒരു 2-3 ആഴ്ച ആയതുകൊണ്ട് ഒന്ന് പൊടി തപ്പിക്കാണ്ട് മാറാലൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ തപ്പി ഒന്ന് ക്ലിയർ ആക്കുകയാണ്. ഒന്നും റെഡി ആയിക്കോട്ടെ. അത് മാത്രമായ ബോറടിക്കുകയും ചെയ്യും. ക്ലാസ്സിൽ ഇന്ന് കൂടുതൽ ആളുണ്ട്. ഗ്രാമർ മാത്രം പറഞ്ഞാൽ ഇപ്പൊ 58ആണ്, കുറച്ച് 56 ആവും, പിന്നെ 54 ആവും, കുറയും. ഈ കഥയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 58 അങ്ങനെ നിന്നോളും, ആരും പോവില്ല. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരൂ. എന്താ പറഞ്ഞത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹി റൈറ്റ്സ്, ഹി ഈസ് റൈറ്റിംഗ്, ഹി ഹാസ് റിട്ടൺ, അവൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിയിട്ടുണ്ട്. അല്ലെ, ചില ആൾക്കാർ എന്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഹി ഹാസ് റിട്ടൺ എന്ന സ്റ്റൈല് യൂസ് ചെയ്യാം. ഹി ഹാസ് റിട്ടൺ. എന്നാൽ ഒരുപാട് നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് എന്ന പേര് കൂടി പഠിച്ചു. ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. ഇനി തന്നെ പ്ലൂരൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പ്രസന്റ് സിമ്പിൾ പ്ലൂരലാണ്. ഐ ഡു, ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യാറുണ്ട്. ഐ ഡു. ഇനി ഇത് തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ആം ആണ്. ഐ ആം ഡൂയിങ്. ഡൂവിൻ്റെ കൂടെ ING വേണം, ഡൂയിങ്. ഇനി ഇത് തന്നെ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഐ ഹാവ് ഡൺ, ഐ ഹാവ് ഡൺ. ഓക്കെ, ഐ ഹാവ് ഡൺ. യെസ്, ഈ ഐ ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തു, അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജോർജ് ബെർണാഡ് ഷാ എന്ന എഴുത്തുകാരനെ കുറിച്ച് എവിടെയും കേട്ടിട്ടുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ യെസ് തമ്പി പ്രശ്നം ഇട്ടാൽ മതി. ജോർജ് ബെർണാഡ് ഷാ ഭയങ്കര സംഭവമാണ് ആള്. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പിതാവായിട്ട് നമുക്ക് ഫ്രാൻസിസ് ബേക്കണെ ഒക്കെയാണ് നമ്മൾ മോഡേൺ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്ഥാനത്ത് വരേണ്ട വ്യക്തി ഫ്രാൻസിസ് ബേക്കൺ അല്ല, അത് ജോർജ് ബെർണാഡ് ഷാ ആയിരുന്നു. ഈ ബെർണാഡ് ഷാ കാണാൻ ആളൊരു ആഫ്രിക്കൻ ലുക്കാണ് കേട്ടോ. ആഫ്രിക്കൻ ലുക്ക് എന്ന് പറഞ്ഞാൽ മുപ്പരെ മുഖത്തേക്ക് ഒരുക്കം നോക്കിയ ആൾ പിന്നെ നോക്കൂല. മുപ്പരെങ്ങനെ ബ്രിട്ടീഷുകാരനായി പോയി എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ഓക്കെ, കാരണം ആളത്രയും
ഇനി ഒരു നീഗ്രോ ടൈപ്പാണ് ജോർജ് ബെർണാഡ് ഷാ. ഈ ബെർണാഡ് ഷാൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു മിസ് വേൾഡ് മിസ് ബ്രിട്ടൻ, ഞാൻ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ആ കഥ. ഒരു മിസ് ബ്രിട്ടൻ ആയിട്ടുള്ള ഒരു ലേഡി വന്നുകൊണ്ട് അവൾക്ക് ബെർണാഡ് ഷായെ മാരി ചെയ്യണം. അപ്പോൾ അവൾ ആ ആഗ്രഹം അവളൊരു സാഹിത്യ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, അങ്ങയുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും കൂടിയ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുഡ് ഡീഡ്, സുഹൃതം ആവില്ലേ അത്? ബെർണാഡ് ഷാക്ക് മറുപടി പറയാൻ ഒറ്റ വാക്കേ വേണ്ടി വന്നുള്ളൂ: നേരെ തിരിച്ചായാലോ? നേരെ തിരിച്ചാവെന്ന് പറഞ്ഞാൽ ഈ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും കൂടിക്കഴിഞ്ഞാൽ എക്സ് വൈ തന്നെ വേണം നിർബന്ധമില്ലല്ലോ, വൈ എക്സ് ആയാലോ എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും കൂടി ആളാണ് ജനിക്കുന്നെങ്കിൽ നമ്മൾ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകരത കൊടുംപാതകമാവില്ലേ എന്ന് പറഞ്ഞ് ബെർണാഡ് ഷാ ലേഡിയെ തിരിച്ചയച്ചു എന്നാണ് പറയേണ്ടത്. അവിടെ നിൽക്കട്ടെ. ഈ ബെർണാഡ് ഷാൻ്റെ ഒരു ഡ്രാമയുണ്ട്, പിഗ്മാലിയൻ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളിതിൽ ഡിഗ്രി പി ജി കഴിഞ്ഞ കുറച്ച് ആളുകളുണ്ട്, അവർ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. ബെർണാഡ് ഷാൻ്റെ ആംസ് ആൻഡ് ദി മാൻ ഉണ്ട്, അതൊരു ലവ് സ്റ്റോറിയാണ്. എനിക്ക് ആ ലവ് സ്റ്റോറിയേക്കാൾ ഇഷ്ടപ്പെട്ടത് പിഗ്മാലിയൻ എന്ന് പറയുമ്പോൾ തീം എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു ലേഡി, എല്ലാവരാലും വെറുക്കപ്പെട്ട് അവളൊരു പക്ഷേ വന്നത് ഒരു ചേരി പ്രദേശത്തു നിന്നായതുകൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് അത്രയും ഹീനമായ വസ്ത്രം അണിഞ്ഞ ആ സ്ത്രീ പിന്നീട് ഒരു രാജകുമാരിയായിട്ട് മാറുന്ന സംഭവമാണ്, ഒരു എഫക്റ്റാണ്. ഞാൻ പറഞ്ഞു മാറ്റുന്നില്ല. ഈ ഡ്രാമയിൽ ബെർണാഡ് ഷാ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഡ്രാമയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എല്ലാം യൂസ് ചെയ്തേക്കണം. കാരണം അത് പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ, നിങ്ങൾക്കറിയില്ല, നമ്മൾ അധ്യാപകർ ഈ ഇംഗ്ലീഷ് ഡ്രാമ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ വായിക്കും, റെഫർ ചെയ്യും, കാരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഫർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വായിച്ചൊരു പോയിൻ്റാണ്, ബെർണാഡ് ഷാൻ്റെ നാടകങ്ങളിൽ ഈ ഒരു പിഗ്മാലിയൻ എന്ന നാടകത്തിൽ മുഴുവൻ അദ്ദേഹം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തേക്കണം. അത് ഒരു എഫക്റ്റിന് വേണ്ടിയാണ്. ബിക്കോസ് ഈ എല്ലാവരും വെറുക്കപ്പെട്ട ലേഡി ഒരു രാജകീയമായ വസ്ത്രം അണിഞ്ഞ് അവൾ സ്വല്പം മേക്കപ്പ് ഒക്കെ ഇട്ടുകാണ്ട് അവളൊരു ഫംഗ്ഷന് വന്നപ്പോൾ അവളെ എല്ലാവരും ആദരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ പിഗ്മാലിയൻ എന്ന പേര് തന്നെ ബെർണാഡ് ഷാ കൊടുത്തത് രസകരമായിട്ടാണ്. കാരണം ഗ്രീക്കിൽ പഴയൊരു ശില്പി ഒരു ലേഡി സ്തംഭം, ഒരു സ്ത്രീ വിഗ്രഹം അയാൾ കല്ലിൽ കൊത്തിവെച്ചു എന്നും ആ സ്തംഭത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് അയാൾ തപസ്സിരുന്നു കൊണ്ട് ആ സ്തംഭത്തിന് ജീവൻ നൽകാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വരം നേടിയെന്നും ആ സ്തംഭത്തിന് ജീവൻ കിട്ടിയെന്നും ആ സ്തംഭത്തെ ഇയാൾ മാരി ചെയ്തു. ആ സ്തംഭത്തിൻ്റെ പേരാണ് പിഗ്മാലിയൻ. ആ പേര് തന്നെ ഗ്രീക്ക് മിത്തോളജി എന്ന് ബെർണാഡ് ഷാ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബെർണാഡ് ഷാ കാട് കയറി പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നിങ്ങളടുത്ത്. എന്താണ് ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലപ്പോഴും ഗൾഫിലൊക്കെ പോയിട്ട് ബുർജ് ഖലീഫ എന്ന ബിൽഡിംഗ് കണ്ട ആളുകളുണ്ടാവും, അടുത്തുനിന്ന് കണ്ടവരുണ്ടാവും അല്ലേ? അത് കണ്ട എഫക്റ്റ് ഇപ്പോഴും മനസ്സിലുണ്ടാവും. മിക്കവാറും കഴുത്ത് ഇവിടെ സ്കെയില് വെച്ചാൽ നേരെ നിൽക്കുന്ന പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ തല കുത്തനെ ഉയർത്തുമ്പോഴേ അതിൻ്റെ ഏറ്റവും മേലേക്ക് എത്തുള്ളൂ. ആ 165 ഫ്ലോർ അല്ലേ, 165 ഫ്ലോറാണ്. മുകൾ ഭാഗം പലപ്പോഴും കാണാൻ കഴിയില്ല, ഈ പൊടിയും മഞ്ഞൊക്കെ ഉണ്ടായിട്ട്. ഓക്കെ, ബുർജ് ഖലീഫ കണ്ടവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു പക്ഷേ അതിൻ്റെ അടുത്ത് താമസിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഈ ക്ലാസ് ലൈവായി വന്നിട്ടുണ്ടായിരിക്കും. അതിനൊന്ന് പോയി നോക്കുക, അടുത്ത് പോയിട്ടേ ഒന്ന് അതിൻ്റെ ഏറ്റവും നെറുകയിലേക്ക് എത്ര ചങ്ക് എത്ര കണ്ട് ഉയർത്തേണ്ടി വരും. മിക്കവാറും ഹോറിസോണ്ടൽ കറക്റ്റാണ് എനിക്കത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവർ പറയും ഐ ഹാവ് സീൻ ബുർജ് ഖലീഫ. കാരണം എന്താണ്? കാണാൻ മാത്രമുണ്ട്. ഐ ഹാവ് സീൻ ബുർജ് ഖലീഫ. ചില ആൾക്ക് അങ്ങനെ ചില കാഴ്ച കണ്ടാൽ മതി, ഭയങ്കര എഫക്റ്റാണ് ഈ കാരണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നെല്ലിയാമ്പതി ഒരു വലിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നിങ്ങൾ പോയി കണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സൈറ്റാണ്. അതിൻ്റെ പേരാണ് സീതാർ കുണ്ടാണ് കേട്ടോ, ഗുണ്ടല്ല. ഓക്കെ, സീതാർ കുണ്ട്. അതിൻ്റെ അവിടെ ഞാൻ അന്ന് പോയ സമയത്ത് അവിടെ കൈവരിയോ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും ചാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ചാടിയാൽ മതി, ഉടലോടെ സ്വർഗത്ത് പോവാം. അത്ര നല്ല ഹൈറ്റാണ്, ഫുള്ള് കാണാം. കൊല്ലങ്കോട് പാലക്കാട് ജില്ല കംപ്ലീറ്റ് കാണും അവിടുന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ പോയി. പിന്നെ അയാൾ
നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ അയാൾ പറയും വേണ്ട സാറേ, നിങ്ങൾക്ക് ഇത് നെല്ലിയാമ്പതി മാത്രമേ ഉള്ളൂ, വേറെ എത്ര ലൊക്കേഷൻ ഉണ്ട്, നിങ്ങളെന്താ വേറെ സെലക്ട് ചെയ്യാത്തത്? നെല്ലിയാമ്പതി ഞാൻ പലപ്പോഴും കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നെല്ലിയാമ്പതി സെലക്ട് ചെയ്യുന്നത് എന്താണ്, ഈ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ്. ഇത് നല്ലൊരു കാഴ്ചയാണ്. പക്ഷെ മൂപ്പര് ഈ കാഴ്ച കണ്ട് മൂപ്പര് തല മിന്നുകയോ പേടിക്കുകയോ ചെയ്തേക്കണ്. അതുകൊണ്ടായിരിക്കണം പിന്നോട് പറയും ജന്മത്തിൽ നിങ്ങൾ ആ പേര് പറയരുത്, നെല്ലിയാമ്പതി അല്ലേ. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ചില കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആകെ പേടിച്ച് വരച്ചു പോകും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ആ സാറിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഐ ഹാവ് സീൻ സീതാർകുണ്ട്. ഞാൻ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടേക്കണമെന്ന് അയാൾ പറയും. കാരണം അയാൾ പറയുമ്പോഴും അയാളെ മനസ്സിൽ ആ പേടി ഉണ്ടായിരിക്കും, ആ എഫക്റ്റ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അയാൾ കണ്ടത് ഒരു 15 വർഷം മുമ്പാണെങ്കിൽ ഇന്നലെ അത് കണ്ടുപോലെയുള്ള ഒരു എഫക്റ്റ് അയാളെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഈസ് വാട്ട് യു കോൾ പ്രസന്റ് പെർഫെക്റ്റ്. ഇപ്പോൾ നമ്മൾ സിമ്പിൾ, ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐ ഡു, ഐ ആം ഡൂയിങ്, ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ഡൺ മൈ വർക്ക്. ഇപ്പോൾ നമ്മളൊക്കെ വീട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പിന്നെ ഒരു 5-6 മണിക്കൂർ നേരം അവിടെ ഉണ്ടാവും. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടവരോളം അവിടെ ഉണ്ടാവും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട് കൊണ്ട് പഴയ മരിക്കാവും. ഓക്കെ, ഐ ഹാവ് ഡൺ ക്ലീനിങ്, ഐ ഹാവ് ഡൺ. ഓക്കെ അല്ലേ, എഫക്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ. സോ ഇനി നമ്മൾ കുറേ നേരമായിട്ട് ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഐ ഹാവ് ബീൻ ഡൂയിങ് ക്ലീനിങ്. ഓക്കെ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ടെൻസ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകാതെ ഇന്നത്തെ ടെൻസ് പറയാൻ പോവുകയാണ്, സിമ്പിൾ പാസ്റ്റ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ടെൻസാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് എങ്ങനെ വാക്യം പറയാം, അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസിൽ there is no difference like singularity or what you call plurality. ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ സിംഗുലറും ഇല്ല പ്ലൂറലും ഇല്ല. എന്തൊക്കെ വന്നാലും വെർബിൻ്റെ V2 ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അറിയുമ്പോൾ റൈറ്റ് എന്ന വെർബ് എഴുതുക, അതിന് V1, V2, V3 3 ഫോമുകളുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അതിൽ റോട്ട് എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാലോ, WROTE. എഴുതിയ പോലെ വായിക്കാൻ പാടില്ല. W വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ ROT മാത്രമേ വായിക്കാവൂ, ഇയും വായിക്കാൻ പാടില്ല. അപ്പോൾ റോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വേർഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് V2 ആണ്. നമുക്ക് പറയാം ഹി റോട്ട്, അവൻ എഴുതി. ഹി റോട്ട് എ സ്റ്റോറി, അവൻ ഒരു കഥ എഴുതി. ഹി റോട്ട് എ സ്റ്റോറി, അവൻ ഒരു കഥ എഴുതി. ഇനി ഇതിൻ്റെ ബാക്കി 6 രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 5 രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ 6 മോഡൽ മാറ്റാൻ കഴിയുമോ നോക്കണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒന്ന് ഞാൻ മാറ്റി പറഞ്ഞുതരാം. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഐ റോട്ട് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതി. അത് നെഗറ്റീവ് എങ്ങനെ പറയാം? ഐ ഡിഡ് നോട്ട് റൈറ്റ് എ സ്റ്റോറി. ഐ ഡിഡ് നോട്ട് റൈറ്റ് എ സ്റ്റോറി. ഈ റോട്ട് എന്ന വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിഡ് റൈറ്റ് എന്ന ഫോമിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഡിഡ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡിഡ് എന്ന വേർഡിൻ്റെ കൂടെയാണ് നമ്മൾ നെഗറ്റീവിൻ്റെ സിമ്പിളായ നോട്ട് ചേർക്കുക. സോ ഐ ഡിഡ് നോട്ട് റൈറ്റ് എ സ്റ്റോറി, ഞാൻ ഒരു കഥ എഴുതിയില്ല. ഹി ഡിഡ് നോട്ട് കം ഹിയർ. ഓക്കെ, പറഞ്ഞോളൂ. യെസ്, ഡിഡ് വന്നു കഴിഞ്ഞാൽ, ഡിഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം V1 മാത്രമേ പറയാവൂ. ഓക്കെ, ഡിഡ് വന്നു കഴിഞ്ഞാൽ V1 മാത്രമേ പറയാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സാർ ഇപ്പം നേരത്തെ ഹി റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞില്ലേ, അത് നോട്ട് ചേർക്കാതെ ഹി ഡിഡ് റൈറ്റ് എ ലെറ്റർ എന്ന് പറയാൻ പറ്റുമോ? സംശയം ഉണ്ടാവും. ഞാൻ പറയാൻ പറ്റും. ഹി ഡിഡ് റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട്.
അതായത് ഹി റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അവൻ ഒരു കത്ത് എഴുതി എന്നാണ് അർത്ഥം പറയേണ്ടത്. എന്നാൽ ഹി ഡിഡ് റൈറ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അവൻ ഒരു കത്ത് എഴുതുക തന്നെ ചെയ്തു. ആ കാര്യത്തിന് കുറച്ചും കൂടി എംഫസൈസ് കൊടുത്തുകൊണ്ട്, കുറച്ച് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ പാസ്റ്റ് അഥവാ പാസ്റ്റ് സിമ്പിൾ. ഹി ഡിഡ് റൈറ്റ് എ ലെറ്റർ. ഇത് നിങ്ങൾ ഓർക്കണം എന്നില്ല, നിങ്ങൾക്ക് സംശയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഹി റോട്ട് എ ലെറ്റർ, ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ലെറ്റർ നോട്ട് എഴുതുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം പോസിറ്റീവായിട്ട്. ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ? ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ? അവൻ ഒരു കത്ത് എഴുതിയോ? ഡിഡ് ഹി കം ഫ്രം ദുബായ്? അദ്ദേഹം ദുബായിൽ നിന്ന് വന്നോ? ഡിഡ് ഹി ഗോ ടു ഡൽഹി? അദ്ദേഹം ഡൽഹിയിൽ പോയോ? ഡിഡ് ഷീ കുക്ക് ദ ഫുഡ്? അവള് ഭക്ഷണം പാചകം ചെയ്തോ? ഡിഡ് ഷീ സിങ് വെൽ? അവൾ നന്നായി പാടിയോ? കണ്ടോ, ഇങ്ങനെ ഡിഡ് ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം, ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തതാണ് നമുക്ക് ഇത് നെഗറ്റീവ് കൂടി ഞാൻ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. എന്തായാലും WH ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കി പറഞ്ഞാൽ മതി. ഡിഡിൻറ്റ് ഷീ കുക്ക് ബിരിയാണി? അവള് ബിരിയാണി പാചകം ചെയ്തില്ലേ? ചെയ്തില്ലേ? ചെയ്ത് കഴിഞ്ഞില്ലേ എന്നർത്ഥം വരും. ഡിഡിൻറ്റ് ഷീ കം? അവൾ വന്നില്ലേ? ഡിഡിൻറ്റ് ഷീ ഗോ? അവൾ പോയില്ലേ? ഡിഡിൻറ്റ് ഷീ റൈറ്റ്? അവൾ എഴുതിയില്ലേ? ഡിഡിൻറ്റ് ഷീ കോൾ യു? അവൾ നിന്നെ വിളിച്ചില്ലേ? നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ശ്രദ്ധ വേണം. ഈ ഭാഗമൊന്നും വെറുതെ ക്ലാസ് കേട്ട് വിട്ടു പോകരുത്, പ്രാക്ടീസ് ചെയ്യണം. കുറേ വാക്കുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, വായ കൊണ്ട് പതുക്കെ പറഞ്ഞു നോക്കുക. ഈ പറയുന്നത് പോലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ വലിയൊരു കാര്യമാണ്, സംഭവമാണ്. ഇതിന് പറയുന്ന പേരാണ് മൗത്ത് ജിംനാസ്റ്റിക്സ്. ഇനി മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ആ സാറേ ജിമ്മാണില്ലേ, ഞങ്ങളൊരു വായ കൊണ്ട് ഭാരം പൊക്കൊന്നുമില്ല, ഒന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണ്ട. മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെന്ത് ചെയ്യുക, കുറേ വാക്യങ്ങൾ, നമ്മൾക്ക് മലയാളം ഇഷ്ടംപോലെ മാതൃഭാഷയാണല്ലോ, ഇഷ്ടംപോലെ വാക്യം അപ്പക്കപ്പോഴേ മനസ്സിൽ വരും. അതിങ്ങനെ അപ്പക്കപ്പോഴേ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുക. അങ്ങനെ കുറേ പറഞ്ഞു പല ദിവസങ്ങളും പറഞ്ഞു നോക്കുക. അറിയാതെ ഇംഗ്ലീഷ് നാവിലിട്ട് വഴങ്ങും, പിന്നെ ഇംഗ്ലീഷ് ആവും വരുന്നത്. അങ്ങനെ ആവണം നമ്മൾ. ഓക്കെ, സോ ഇനി നമ്മളിതാ നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസിന്റെ പ്രത്യേകത. ഇതിൽ സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് ഹി, ഷീ, ഇറ്റ് എന്നീ 3 വാക്കുകളുടെ കൂടെ ചേർക്കുന്ന അതേ രൂപത്തിലേ നമുക്ക് അയ്യോ ദേവിന്റെ കൂടെയും വാക്യം ചേർത്ത് പറയാൻ കഴിയും. ഞാൻ ഒരു വാക്യം ഈ 7 വാക്കുകളും ചേർത്ത് പറയാൻ പോവുകയാണ്. ഹി റോട്ട് എ ലെറ്റർ, ഷീ റോട്ട് എ ലെറ്റർ, ദെൻ ഇറ്റ് റോട്ട് എ ലെറ്റർ, I wrote a letter, you wrote a letter, they wrote a letter, and we wrote a letter. എത്ര സിമ്പിളാണ് അല്ലേ? ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, എഴുതി വെക്കുന്നതിന് കൂടെ പറയും വേണം. കാരണം നമുക്ക് പറച്ചിലാണ് മുഖ്യം. എഴുത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കണ്ട് നിങ്ങൾ പറയാനുള്ള ചാൻസ് കുറക്കല്ലേ. കാരണം നമുക്ക് എഴുത്ത് വേണം, അതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇനി വേണ്ടത് ഈ ഒരു പ്രാക്ടീസാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസിലേക്ക് പോവുകയാണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. പക്ഷെ ഇവിടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസമുണ്ട്. അതാണ് വലിയ കാര്യം. ഇവിടെ സിംഗുലറും പ്ലൂറലും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ സമയത്ത് തുടർച്ചയായി കുറേ നേരം എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ജോലി ചെയ്തുവെങ്കിൽ ആ കാര്യമാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാം അല്ലേ? അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഹീയും ഷീയും ഇറ്റുമാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ 3 വാക്കുകളും സിംഗുലറാണ്. അതാണെങ്കിൽ നമ്മൾ ഒരു വാസ്, WAS, വാസ് എന്ന ഓസ്ലറി യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ വെർബ് ചേർക്കണം. വെർബിൻ്റെ കൂടെ INGയും വേണം. അപ്പോൾ ഹീ വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയായിരുന്നു. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ബാർക്കിംഗ്,
സാധാരണ ഈ നായ കുരക്കുന്നതിന് ബാർക്ക് എന്നാ പറയാ, BARK. ഓക്കെ, മനുഷ്യന്മാർ കുരക്കുന്നതിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കാണ്ട് ഡോക്ടറെ ഐ ഹാവ് ബീൻ ബാർക്കിംഗ് സിൻസ് ലാസ്റ്റ് മോർണിംഗ് പറയാൻ നിൽക്കണ്ട. ഡോക്ടർ പറയും നോ നോ നോ, ഐ കാൻ സീ എനി ടെയിൽ ഫ്രം യുവർ ബോഡി. ഡോക്ടർ തന്നെ പറയും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയും ടെയിൽ കാണുന്നില്ലല്ലോ, വാല് കാണുന്നില്ലല്ലോ. കാരണം മനുഷ്യന്മാർ കുരക്കുന്നതിന് കഫ് എന്നാണ് പറയുക. അതുകൊണ്ട് ചുമക്കുള്ള ടോണിക്കുമ്പോൾ കഫ് സിറപ്പ് എന്നുള്ള പേര് വരുന്നത് കേട്ടോ. ഈ ഡോഗ് കുരക്കുന്നതിനാണ്, ഡോഗ് കുറച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുക, പിന്നെ ബാർക്ക്, BARK, ബാർക്ക് എന്ന് പറയാം. ഓക്കെ, യെസ്. ഈ ബാർക്ക് എന്ന വേർഡിന് വേറെയും മീനിങ് ഉണ്ട്, നമുക്കിപ്പോൾ നോക്കണ്ട, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, ഇറ്റ് വാസ് ബാർക്കിംഗ് ആൻഡ് ഐ വാസ് ഈറ്റിംഗ്, ഐ വാസ് ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, യു വേർ, അപ്പോൾ എന്താണ്, ഐ ആയപ്പോഴും വാസ് ഉപയോഗിച്ചു. കാരണം ഈ ആം എന്ന വേർഡിൻ്റെത് വാസാണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഈസും ആമും യൂസ് ചെയ്യേണ്ടതൊക്കെ ഇവിടെ വാസ് യൂസ് ചെയ്യണം. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസിൽ നമുക്കറിയാം യുവിൻ്റെ കൂടെയും ദേൻ്റെ കൂടെയും വീൻ്റെ കൂടെയും യുദേവി ഇട്ടോ, മൂദേവി അല്ല, യുദേവി, യുദേവി, ഈ 3 വാക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആറാണ് യൂസ് ചെയ്യുക. 6 + വെർബ് ING അങ്ങനെ പറയുക അല്ലെ. യു ആർ ഗോയിങ്, ദേ ആർ ഗോയിങ്, വി ആർ ഗോയിങ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, മാറരുത്. ഇത് നേരെ പാസ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഈ 6 വേറായി മാറും. WHERE അല്ല, WERE. രണ്ട് ഉച്ചാരണ സെയിം ആണ്, പക്ഷേ അർത്ഥം കൊണ്ട് വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, വേർഡ്, യു വേർഡ് സ്ലീപ്പിംഗ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ദേ വേർഡ് സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നു. വി വേർഡ് സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഓക്കെ, സോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? മനസ്സിലായവർ ഒരു തമ്പിയും പ്രശ്നം വിടും. പിന്നെ മനസ്സിലാവാത്തവർ എന്നെ വാട്സപ്പിലൊക്കെ വേണമെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്ന് പറയുക കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് 2 ടെൻസാണ് നമ്മൾ കാര്യമായി പറഞ്ഞു കഴിഞ്ഞത്. അടുത്ത ആഴ്ചയിലും ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സാധാരണ പോലെ ഫോളോ ചെയ്തു പോകും. അപ്പോൾ എല്ലാവരും ആക്റ്റീവായി ക്ലാസ്സിന് വരിക, പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിന് വന്നതുകൊണ്ട് ഒരാൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല എന്ന് ഞാൻ എന്താ പറയുക, അടിവരയിട്ട് പറയുകയാണ്. ഇംഗ്ലീഷ് ക്ലാസ്സിന് കയറിയതുകൊണ്ട് മാത്രം സംസാരിക്കാൻ ഒരിക്കലും കഴിയൂല. നിങ്ങൾ പ്രാക്ടീസ് തന്നെ വേണം. അതുകൊണ്ട് റൂം അടച്ചിരുന്ന് കണ്ട് തുടങ്ങിക്കോ. ഡെയിലി ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ ഒരു 5 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കുക. സ്വയം പറഞ്ഞു വെക്കുക. കിടക്കുമ്പോഴും ഇതിന് പിന്നെ എപ്പോൾ വേണമെങ്കിലും പറയട്ടോ. ഇതിൻ്റെ സമയമൊന്നുമില്ല. ഇതിന് നിങ്ങൾ ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുവോളമാണെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ അങ്ങനെ പറഞ്ഞൊരു കുഴപ്പമുണ്ട്. ഉറക്കത്തിൽ ഈ സ്വപ്നം കണ്ടിട്ട് കുറുക്കം വലിക്കുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിലെ അയ്യും ആമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പണ്ട് ഞങ്ങളൊരു ഹിന്ദി അധ്യാപകനെ മുമ്പ് കുറുക്കം വലിക്കുന്ന സമയത്ത് മേം ഹൂം എന്ന് സൗണ്ട് വന്ന പോലെ ഞാൻ അദ്ദേഹത്തിന് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി. കാരണം കുറുക്കം വലിഞ്ഞ് മുമ്പ് ഉണ്ടാക്കി വലിച്ചാണെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, പക്ഷെ അദ്ദേഹം കൊണ്ടുവരണ്ടേ, ഉണ്ടാവാം. എന്തായാലും ഫ്രീ ടൈം എപ്പോൾ ഉണ്ടോ നോക്കുക. എന്തായാലും നനഞ്ഞു ഇനി നല്ല അടിപൊളിയായിട്ട് മുങ്ങിക്കുളിച്ച് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് കണ്ട് കയറണം. അതാണ് ബുദ്ധിമതികളായ ആൾക്കാരുടെ ലക്ഷണം. ഓക്കെ കേട്ടോ, ഇനി വിട്ടുകൊടുക്കരുത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ പ്രാക്ടീസ്, ഇതിൻ്റെ കൂടെ ടീച്ചിങ് പ്രാക്ടീസും കൂടി ചെയ്യണം കേട്ടോ. കണ്ണാടിന് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുക, ടീച്ചറായിട്ട് അഭിനയിക്കുക തന്നെ. ആഷൻ സോങ്സൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിനൊക്കെയുള്ള യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ്സുകൾ ഇഞ്ഞ് മൂസാമിസും നമ്മുടെ മറ്റു മിസ്മാരൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ ആ മേഖലയ്ക്ക് പോകണില്ല, കാരണം എല്ലാം പാടെ കഴിയൂല. ഈ സ്പോക്കൺ ഇങ്ങനെ പോട്ടെ, എല്ലാം പാടെ നമ്മളെ കൊണ്ട് കഴിയില്ല. ഏതോ ഒന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രാക്ടീസ് ചെയ്ത് കണ്ട് നല്ല അടിപൊളിയാക്കാൻ നോക്കുക. ഫ്രീ ടൈമുകൾ വെറുതെ ചിലവഴിക്കരുത്. നമ്മുടെ മുമ്പിൽ ഏതൊരു മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്തൊരു ഏപ്രിൽ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം കൊണ്ടും ഇൻ ഫുൾ സ്വിങ്, മുഴുവൻ അർത്ഥത്തിൽ നമ്മൾ ടീച്ചറായിട്ട് മാറണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം ദ ടൈം ബീയിങ്. സോ ഐ എം വെരി ഹാപ്പി ടു സേ യു ഗുഡ് ബൈ ടു നൈറ്റ്. രാത്രി ഭയങ്കര സന്തോഷമുണ്ട്.
കാരണം ഒരാൾ ടീച്ചറായല്ലോ അല്ലെ, ശരിക്കും ഇൻ ഫുൾ സിങ് ടീച്ചറായി മാറി. ഓക്കെ, നമുക്ക് ഇനിയും കാത്തിരിക്കാം. ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്.